ഹായ്, നമ്മുടെ ചാനലിലെ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. അതായത് നമ്മൾ കൂടുതലും നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നത് ചിട്ടികളെ കുറിച്ചാണ്. അപ്പോൾ ചിട്ടി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ വീടുകൾക്ക് ആവശ്യം വേണ്ട ഗാഡ്ജറ്റുകളുടെ അതിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോകളായിരിക്കും നമ്മുടെ ചാനലിൽ ഉണ്ടാകുക. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മളൊരു പ്രൊഡക്റ്റ് മേടിച്ച് അത് ഉപയോഗിച്ച ശേഷമുള്ള റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ നല്ല നല്ല പ്രൊഡക്റ്റുകളാണെങ്കിൽ നമ്മൾ അൺബോക്സിങ് വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പ്രധാനമായിട്ട് വേണ്ടതാണ്. അതായത് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും നമ്മൾ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോയിലേക്ക് പ്രധാനമായിട്ടും വേണ്ട രണ്ട് കാര്യങ്ങളാണെന്ന്. ഒന്ന് വീഡിയോ ക്ലാരിറ്റി, രണ്ടാമത്തത് ഓഡിയോ ക്ലാരിറ്റി. അപ്പോൾ നമ്മൾ വീഡിയോ ക്ലാരിറ്റിക്ക് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതേപോലെ തന്നെയാണ് ഓഡിയോ ക്ലാരിറ്റിക്കും അതിൻ്റെപോലെ ഇമ്പോർട്ടൻസ് കൊടുത്താലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് അത് നല്ല രീതിയിൽ നമ്മൾക്ക് വ്യൂസ് കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം ഏതൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയും ആഗ്രഹം വന്നാൽ എത്രയും പെട്ടെന്ന് അത് മോണിറ്റൈസ് ആകുക, അതിനുശേഷം അതിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങുക. അതൊക്കെ നമ്മൾക്ക് എല്ലാവരും പറയുന്നത് കേൾക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. എന്നാൽ അത് പ്രായോഗികമാക്കാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ ആണെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ 4000 വാച്ച് അവറും അതേപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും ആകണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. കാരണം നമ്മൾ ഇടുന്ന കണ്ടന്റ് നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആയിരിക്കണം. അതേപോലെ തന്നെ അതിൽ വീഡിയോ ക്ലാരിറ്റിയും വേണം, ഓഡിയോ ക്ലാരിറ്റിയും വേണം. എങ്കിലാണ് ഒരാൾ നമ്മുടെ ചാനൽ കാണുന്ന സമയത്ത് ആ ചാനലിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുള്ളൂ. നല്ലൊരു ഐഫോണോ ഇല്ലെങ്കിൽ 4K നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന DSLR പോലത്തെ ക്യാമറകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത ശേഷം ആ വീഡിയോയിൽ വീഡിയോ ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ ഓഡിയോ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആ വീഡിയോ റീച്ച് ആകാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഓഡിയോ ക്ലാരിറ്റി കൂട്ടണമെങ്കിൽ മൈക്ക് നിർബന്ധമാണ്. കാരണം നമ്മുടെ ഡിവൈസിലുള്ള ഇൻബിൽറ്റ് മൈക്കുകൾ അത്രത്തോളം നമ്മൾക്ക് നല്ലൊരു വോയിസ് ക്ലാരിറ്റി കിട്ടില്ല എന്നുള്ളതാണ്. കാരണം നോയ്സ് കയറി വരും. കാരണം നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി പുറത്തൊക്കെ പോയി വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നോയ്സ് കൂടുതൽ കയറി വരും. അപ്പം നമ്മൾക്ക് ഒരു നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഒരു മൈക്കാകുമ്പോൾ എന്താണ്, നമുക്ക് നോയ്സ് ക്യാൻസൽ ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് അത്രയും ക്ലാരിറ്റിയോടുകൂടി വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ചും കൂടി റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ, നമ്മുടെ വീഡിയോകൾ ഇടുന്നു, നല്ല നല്ല കണ്ടന്റുകൾ ഇടുന്നു. ആ കണ്ടന്റുകൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ വീഡിയോ കാണുകയും നമുക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ ചാനൽ മോണിറ്റൈസായി നമുക്ക് ചാനലിൽ നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങിയെങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ മൈക്കാണെങ്കിലും ഇല്ലെങ്കിൽ ലൈറ്റുകൾ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക, അതുപോലെ സ്റ്റുഡിയോ സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങണം. എങ്കിലാണ് നമ്മൾക്ക് കൂടുതൽ നമുക്ക് പൈസ നമ്മുടെ ചാനലിൽ ഇറക്കുകയും നമ്മുടെ ചാനൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. നമ്മുടെ ചാനലൊരു സൈഡ് വരുമാനം രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോലി ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുമാനം, അതായത് യൂട്യൂബിൽ നിന്ന് വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അത് മേടിച്ചത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നുള്ളൂ. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ അത് തുടക്കത്തിൽ ഞാൻ 1000 രൂപ ബഡ്ജറ്റിൽ വരുന്ന ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓഡിയോ ക്ലാരിറ്റി ഉണ്ടെങ്കിലാണ് നമ്മുടെ വീഡിയോ റീച്ചിലേക്ക് പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 വർഷത്തിന് മുകളിൽ ഞാൻ ആ മൈക്ക് ഉപയോഗിച്ചു. ഏകദേശം 10-200 വീഡിയോകളിലും എൻ്റെ ചാനലിൽ ആ മൈക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ആ മൈക്ക്. ഡിജിടെക്കിൻ്റെ DWM001 എന്നൊരു വയർലെസ് മൈക്കാണ്. ഈ മൈക്കിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അത്യാവശ്യം 10 മീറ്ററിനകത്തുള്ള ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഈ ഓഡിയോ അതിൽ ക്യാപ്ചർ ചെയ്യും. അതാണ് ഒരു പ്രത്യേകത. പിന്നെ വയറില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് അത്യാവശ്യം നടന്നിട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ വയർലെസ് മൈക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് വയറുള്ള മൈക്കും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒരു റൂമിൽ ഇരുന്നു കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വയേർഡ് മൈക്ക് തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് കുറെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ നമുക്കത് ചാർജ് ചെയ്യാൻ ഒന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അപ്പം ഞാൻ ഈ ഡിജിടെക്കിന്റെ ഈ മൈക്ക് വയർലെസ് മൈക്കിൽ
ഒരു 2 പോരായ്മകളാണ് എനിക്ക് ഈ ഒരു വർഷം ഉപയോഗിച്ചപ്പോൾ മനസ്സിലായത്. ഒന്നാമത്തത് പറഞ്ഞാൽ ഇതിന്റെ ചാർജിങ് സ്ലോട്ടാണ്. ചാർജ് ചെയ്യാനാണെങ്കിൽ നമ്മളത് ഇങ്ങനെ ചാർജ് സ്ലോട്ടിൽ ഇത് അങ്ങനെ കുത്തണം. ഈ മൈക്ക് നമ്മൾ ചിലപ്പോൾ വെച്ച സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയ ക്വാളിറ്റി ഒന്നുമില്ല ഈ ചാർജിങ് സ്ലോട്ടിൽ. ഇതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇതൊന്ന് ഊർന്നു വീഴും. അതുകൊണ്ട് ഈ ചാർജിങ് സ്ലോട്ട് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. അതാണ് ഒന്നാമത്തെ ഒരു പോരായ്മയായിട്ട് എനിക്കിതിൽ പറയാനുള്ളത്. രണ്ടാമത്തത് വന്നിട്ട് ഇതിന്റെ ചാർജിങ്, അതായത് നമ്മൾ 1 ടൈം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 4 hours ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷെ ഞാൻ ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 1 hour പോലും ഇത് കിട്ടുന്നില്ല എന്നാണ്. കാരണം തുടക്കകാലത്തൊക്കെ ഒരു അരമണിക്കൂർ, നമ്മൾ എടുത്ത സമയത്തൊക്കെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ അത് ഓരോ മാസം കഴിയും തോറും അതിന്റെ ചാർജിങ് ടൈം, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടൈം കുറഞ്ഞു വന്നു. അതായത് ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു. പിന്നീട് അത് 25 മിനിറ്റും 20 മിനിറ്റൊക്കെ ആയി മാറി. ലാസ്റ്റ് കാലത്തിൽ ഇപ്പൊ ഞാനത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോ ഒരു റൂമിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്ന കേസുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അതേ സ്ഥാനത്ത് നമ്മൾ പുറത്ത് പോയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കയ്യിലൊരു പവർ ബാങ്ക് കരുതേണ്ടി വരും. കാരണം ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ. പക്ഷെ അത് ക്യാരി ചെയ്യാൻ സിമ്പിൾ ആണ്. കാരണം ഒരു റിസീവർ, ഒരു ട്രാൻസ്മിറ്റർ ആണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ കമ്പനി ഒരു പൗച്ച് തരുന്നുണ്ട്. പക്ഷേ ഞാൻ 1 വർഷം മേലെ അത് ഉപയോഗിച്ചു. ഇപ്പൊ ഇത് വർക്കിംഗ് ഒന്നുമല്ല, നോട്ട് വർക്കിംഗ് ആണ്. സൗണ്ട് ഒന്നും ഇപ്പൊ ക്യാപ്ചർ ചെയ്യാണ്ടായി. സൗണ്ട് ക്ലാരിറ്റി ഒക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ നമ്മൾ റൂമുകളിലൊക്കെ എടുക്കുന്ന സമയത്ത് വലുതായിട്ടൊന്നും നോയ്സ് കയറി വരാത്തത് കൊണ്ട് തന്നെ ഇത് നോയ്സ് ക്യാൻസലേഷൻ ഒന്നും ഇല്ല. കാരണം 1000 രൂപ ബഡ്ജറ്റിൽ വരുന്ന ഒരു മൈക്കാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഈ മൈക്ക് അവൈലബിൾ ആണ്. കാരണം ഒരു 700-800 അത് ഒരു ഓഫർ ഉണ്ടാവും അതിനനുസരിച്ചെങ്കിലും ഒരു 1000 രൂപ താഴെ ബഡ്ജറ്റിൽ വരുന്ന ഒരു വയർലെസ് മൈക്കാണ് ഈ പറയുന്ന ഡിജിടെക്കിന്റെ DWM-001. ഒന്ന് ഈ ചാർജിങ് സ്ലോട്ടും അത്ര ക്വാളിറ്റി ഇല്ല. പിന്നെ 4 hours പറയുന്നത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. കാരണം 1 hour ഒക്കെ ചിലപ്പോൾ കിട്ടിയാൽ അത് ഓരോരുത്തരുടെ അനുഭവം എങ്ങനെയാന്നുള്ളത് അറിയില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത് മോഡൽ മൈക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ റൂമിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വയർലെസ് മൈക്ക് വേണ്ട, ഒരു സാധാ മൈക്ക് ആണെങ്കിൽ ഒരു 1000 രൂപ ബഡ്ജറ്റിൽ വരുന്നത് ബോയയുടെ BY-M1 വന്ന ഒരു മൈക്ക് ഉണ്ട്. അത് വയേർഡ് മൈക്കാണ്. അപ്പൊ നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ ഉപകരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ പുറത്തൊക്കെ പോയി വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വയർലെസ് മൈക്കാണ് വേണ്ടത്. അതും ഒരു 1000 രൂപ ബഡ്ജറ്റിനകത്ത്. കാരണം യൂട്യൂബ് ചാനൽ ചെയ്യുന്ന തുടക്കക്കാർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്നത് ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു മൈക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെയുള്ളവർക്ക് ഒരു 1000 രൂപ ബഡ്ജറ്റിൽ വരുന്ന ഒരു വയർലെസ് മൈക്കാണ് ഡിജിടെക്കിന്റെ. ഞാനിത് വീഡിയോ ചെയ്യാൻ കാരണം ഞാനിത് ഉപയോഗിച്ചു, ഏകദേശം 1 വർഷം മേലെ ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മൈക്കുകൾ വേറെ ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഡിജിടെക്കിന്റെ മൈക്കിന് മോശം പറയാനല്ല, സൗണ്ട് ക്ലാരിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെയാണ്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നി. എന്തായാലും ഈ മൈക്ക് കംപ്ലൈന്റ് പോയി. അപ്പൊ ഞാൻ പുതിയൊരു മൈക്ക് എടുത്തു. ഇപ്പൊ ഏകദേശം ഒരാഴ്ചയായി. ഡിജിടെക്കിന്റെ തന്നെയാണ് ഒരു മൈക്കാണ്. ഇതാണ് മോഡല്. ഡിജിടെക്കിന്റെ DWM-116 എന്ന മോഡലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ മൈക്കിലാണ് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബട്ടൺ, ഒരു 5 രൂപന്റെ കോയിൻസ് ഇല്ലേ, ആ ഒരു വലിപ്പമാണ് ഈ മൈക്കിനുള്ളത്. അപ്പൊ ഇതിൽ വരുന്നത് റിസീവർ ഞാൻ അതിൽ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. 2 ട്രാൻസ്മിറ്റർ ആണ് വരുന്നത്. ഇതൊരെണ്ണം, ഞാൻ ഇതൊരെണ്ണം. അപ്പൊ നമുക്ക് ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത് ഏറ്റവും ഉപകാരപ്പെടും. അപ്പൊ 2 ആൾക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് നമ്മളത് 2 റിസീവർ എടുക്കാൻ കാരണം. നമുക്കൊരു ഇന്റർവ്യൂ ഒക്കെ പുറത്തു പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ആൾക്ക് സുഖമായിട്ട് അപ്പുറത്ത് ഇരുന്ന് നമുക്ക് സംസാരിക്കുന്ന സമയത്ത് 2 മൈക്ക് നിർബന്ധമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനം, അഥവാ ഇനിയിപ്പോ ഒരു മൈക്കിന് ചാർജ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മൈക്ക് ഉപയോഗിക്കും. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു മൈക്കില് ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു മൈക്കും കൂടി ഉപയോഗിക്കാം. അതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഡിജിടെക്കിന്റെ ഈ DWM-116 മോഡൽ മേടിക്കാൻ കാരണം. നല്ല ക്ലാരിറ്റിയാണ്. കുറച്ച് ഉപയോഗിച്ച ശേഷം ഇതിന്റെ വിശദമായിട്ടുള്ളൊരു റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യാം. അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലിൽ ആളുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല. ഒരു 3 ഇൻഡിക്കേറ്ററാണ് ഉള്ളത്. അതിൽ ഒന്ന് വന്നിട്ട് ഇതിൽ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഫസ്റ്റത്തെ ഇൻഡിക്കേറ്റർ ബ്ലൂ ലൈറ്റ് കത്തുന്നതാണ്. രണ്ടാമത്തത് വരുന്നത് നോയ്സ് ക്യാൻസലേഷൻ ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തത് ഒന്നും കൂടി വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് അത് റിവേർബ് മോഡാണ് കേട്ടോ.
ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന റിവേർബ് മോഡിലാണ്. അപ്പൊ റിവേർബ് മോഡ് പറഞ്ഞൊരു എക്കോ സൗണ്ട് ആണ്. നമുക്കൊരു പാട്ടൊക്കെ പാടണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലായിരിക്കും അത് കേൾക്കുക. അപ്പൊ ഞാൻ അതൊന്ന് ഓൺ ആക്കിയതാണ്. ഇപ്പൊ ഞാൻ ഓഫ് ആക്കട്ടെ. അപ്പൊ അത് ഞാൻ ഓഫ് ആക്കി. ഇപ്പൊ നോയ്സ് ക്യാൻസലേഷൻ മോഡിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നോയ്സ് ഒന്നും അധികം പുറത്തുനിന്ന്, ഇപ്പൊ ഞാൻ ഫാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അതൊന്നും കയറി വരില്ല. അതുപോലെ തന്നെ പുറത്തുള്ള ചെറിയ ചെറിയ സൗണ്ടുകളൊന്നും നമുക്ക് കയറി വരില്ല. ആ നോയ്സ് ക്യാൻസലേഷൻ കൂടി ഞാനൊന്ന് ഓഫ് ആക്കിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പൊ ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കി. അപ്പോൾ ഓഫ് ആക്കിയ ശേഷം എങ്ങനെ സൗണ്ട് ഇതിൽ ക്യാപ്ചർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പുറത്തുള്ള സൗണ്ടുകളൊക്കെ കയറി വരും. ഞാൻ റൂമിൽ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പുറത്തുള്ള സൗണ്ടൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുകയാണ്. അപ്പോൾ ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി. അതിന് ശേഷമുള്ള സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഡിജിടെക്കിൻ്റെ DWM116 എന്ന മോഡൽ. ഒരു ബട്ടൺ ടൈപ്പാണ് ഇത് ലഭിക്കുന്നത്. ഇത് ചാർജിങ് കേസ് ആണ്. ഇത് കണ്ടില്ലേ, ഇതിൽ ചാർജ് ആകുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റ് ആണ് തെളിയുന്നത്. അപ്പൊ ചാർജ് ആകണം. ചാർജ് ആയിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം 4100 രൂപയോളം ഫ്ലിപ്കാർട്ടിൽ വരുന്നുണ്ട്. അപ്പൊ ഞാനിത് ഇപ്പൊ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം 1 വീക്കായി. ഇനി ഞാനിത് കുറച്ചും കൂടി ഉപയോഗിച്ച ശേഷം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മൈക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.